ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ വൈകാരിക പ്രസംഗവുമായി കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ്. പറയേണ്ടത് തുറന്നു പറഞ്ഞാൽ ശത്രുക്കൾ കൂടുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ആശങ്ക. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും വേദിയിലിരുത്തിയാണ് കൊടിക്കുന്നിൽ വികാരനിർഭരമായി സംസാരിച്ചത്. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. പരിഭവമാണ് കൊടിക്കുന്നിൽ സുരേഷിന്. ഇത്തരം വേദികളിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ പേരിൽ ഒരു പക്ഷേ ശത്രുക്കൾ കൂടിയെന്ന് നിന്നേക്കാം. കൈപ്പേറിയ അനുഭവങ്ങൾ പറയാതെ പറഞ്ഞു അദ്ദേഹം. ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായ ആക്രമണങ്ങളും അതുപോലെ ഒരുപാട് പ്രതിസന്ധികളും എനിക്ക് നേരിടേണ്ടി വന്നു. കഴിഞ്ഞ ചിലരൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തുടർച്ചയായ മത്സരം മാറിക്കൊടുത്തുകൂടെ എന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. പാർട്ടിക്കകത്തും പുറത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ഈ പ്രാവശ്യം ശ്രീ രമേശിനോട് വി.ഡി. സതീശനുണ്ട്, ഞാൻ എന്നെ ഒഴിവാക്കണം, മത്സരരംഗത്ത് നിന്ന് എന്നെ മാറ്റണം, ഇനി എന്നെ ലോക്സഭയിൽ നിർത്തരുത് എന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാമം സംഘടിപ്പിക്കുന്ന ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് ആയിരുന്നു വേദി. പ്രതിപക്ഷ നേതാവ് പുറത്തിറങ്ങിയപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിഭവം എന്താണെന്ന് ചോദിച്ചു. നമ്മൾ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്, അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാറ്. തുറന്നു പറഞ്ഞാൽ വിവാദമാകുമോ എന്ന് ആശങ്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് പറയാതെ പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ വിവാദമാകുമോ എന്ന് കണ്ടറിയണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.